സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്കുള്ള അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. 2024-25 അക്കാഡമിക് ഇയറിലെ സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ്സ് അസോസിയേഷൻ അഥവാ SPMA കീഴിലുള്ള 24ഓളം കോളേജുകളിലേക്കാണ് ഈ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഇതിൽ PG, ഡിഗ്രി, ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. അതിൽ മജോറിറ്റി കുട്ടികളും ഡിഗ്രി പ്രോഗ്രാമിനായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേ പറയുന്നുള്ളൂ. ഈ സെയിം പ്രോസ്പെക്ടസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാം. അതിൽ കോളേജുകളുടെ ലിസ്റ്റും സീറ്റുകളുടെ എണ്ണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഡിഗ്രി പ്രോഗ്രാം നോക്കുക. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി MLT ഉണ്ട്, ഒപ്റ്റോമെട്രി ഉണ്ട്, അതേപോലെ പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഉണ്ട്, ഡയാലിസിസ് ഉണ്ട്, ന്യൂറോ ടെക്നോളജി ഉണ്ട്. ഇത്രയുമാണ് ഡിഗ്രി കോഴ്സുകളുള്ളത്. ഇനി അക്കാഡമിക് റിക്വയർമെൻറ്റ് നോക്കുക. ഡിഗ്രി കോഴ്സുകൾക്ക് ഹയർ സെക്കൻഡറിയിൽ 50% മാർക്ക് വേണം. +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഈ 3 സബ്ജക്റ്റിനോട് ചേർത്ത് 50% മാർക്ക് ഉണ്ടാവണം. അതുപോലെ ഡിഗ്രി പ്രോഗ്രാമുകൾ 4 വർഷത്തെ പ്രോഗ്രാമാണ്. പ്രാക്ടിക്കലും തിയറിയും ക്ലിനിക്കൽ പോസ്റ്റിങ്ങും എല്ലാം കൂടെ ചേർന്ന് 4 വർഷത്തെ പ്രോഗ്രാമാണ്. 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. 31 ഡിസംബർ 31, 2024 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. ഇതിൻ്റെ ഡീറ്റെയിൽ പ്രോസ്പെക്ടസ് SPMA.in എന്നുള്ള സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ കമ്മ്യൂണിറ്റിയിലും വേണമെങ്കിൽ ആ പ്രോസ്പെക്ടസ് അപ്ലോഡ് ചെയ്തേക്കാം. ഇനി ഇതിൽ ഫീസ് നോക്കുക. ആപ്ലിക്കേഷൻ ഫീസ് UG പ്രോഗ്രാമിന് 1000 രൂപയാണ്. ഡിപ്ലോമയ്ക്കാണെങ്കിൽ 750 രൂപയേ ഉള്ളൂ. UGക്കും PGക്കും 1000 രൂപയാണ് ഫീ. ഇത് നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ച് കിട്ടില്ല. ഇത് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫീ മാത്രമാണ്. ഇനി അതിൻ്റെ പ്രോസസ്സ് നോക്കുക. ഈ സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് ഡീറ്റെയിൽ കൊടുക്കുക, ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുക. ഈ 1000 രൂപ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക. ഇനി സ്റ്റേജ് 3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കോളേജ് നിങ്ങൾക്ക് ഓപ്ഷനിൽ വയ്ക്കാം. ഒരു ഡോക്യുമെൻറ്റും നിങ്ങൾ അവർക്ക് അയക്കേണ്ടതില്ല, ഓൺലൈനിൽ മാത്രം ചെയ്താൽ മതി, ഒന്നും അയക്കേണ്ടതില്ല. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് നോക്കുക. ആദ്യം നിങ്ങൾ SPMA.in എന്നുള്ള സൈറ്റിൽ കയറുക. അതിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആ പേജ് ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ IDയും പാസ്വേഡും ഒക്കെ. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ആ ഫോട്ടോ 25 KB താഴെയായിരിക്കണം. അതുപോലെ 20 KB താഴെ നിൽക്കുന്ന സിഗ്നേച്ചർ ഉണ്ടാവണം. നിങ്ങളുടെ ആധാർ 200 KB താഴെയുള്ള ആധാറിൻ്റെ അപ്ലോഡ്, അല്ലെങ്കിൽ ആധാറും സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ആധാർ അപ്ലോഡ് ചെയ്യണം. എന്നിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക. 3 കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്യാം. ഇനി അതിനുശേഷം മാർക്ക് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. മാർക്ക് എൻ്റർ ചെയ്യണം, മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അതൊക്കെ JPEG ഫോർമാറ്റിലായിരിക്കണം. ഇതൊക്കെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ഫോർമാറ്റിലാണെന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫോട്ടോ എടുത്താൽ ഫോട്ടോ JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കണം. സിഗ്നേച്ചറും അതേപോലെ തന്നെയാണ്. ദെൻ ആധാർ JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കണം. മാർക്ക് ലിസ്റ്റ് JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റിൽ 200 KB കൂടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരെ പേയ്മെൻറ്റ് സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്തു, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു, ഫോട്ടോ അപ്ലോഡ് ചെയ്തു, ഡോക്യുമെൻറ്റ് ആധാറും മാർക്ക് ലിസ്റ്റും ഒക്കെ അപ്ലോഡ് ചെയ്തു, നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്തു, പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ നേരെ പേയ്മെൻറ്റ് സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 1000 രൂപ ഫീ ഇവിടെ പേ ചെയ്യുക. ഇനി അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവും. ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അതാണ് നിങ്ങളുടെ ഫർദർ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്പുകളിലേക്ക് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ ഒരിക്കൽ കൂടി നോക്കുക. നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. 10th, +2 പാസ് സർട്ടിഫിക്കറ്റ്, ഓക്കെ. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് നിങ്ങൾക്ക് 10th തന്നെ വീണ്ടും കൊടുക്കാം. 10th ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഉണ്ടാവണം. PG പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ്, PGക്കാണെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, ആധാർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സാധനങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അഡ്മിഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10th, +2 പാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്, UG കഴിഞ്ഞവരാണെങ്കിൽ PG പ്രോഗ്രാമിനാണെങ്കിൽ UGയുടെ മാർക്ക് ലിസ്റ്റ്, പിന്നെ അതുപോലെ PG പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്, TC ഒറിജിനൽ TC ഉണ്ടാവണം, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ മൈഗ്രേഷൻ. ഇത് ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിന് വെളിയിൽ പഠിച്ചവരാണെങ്കിൽ മാത്രമേ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെയും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമുള്ളൂ. ഇത് അഡ്മിഷൻ്റെ സമയത്ത് മതി. അതേപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അത് 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം.
പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC ബുക്ക്, പാസ്പോർട്ട് അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവണം. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവണം. ഇതൊക്കെ അഡ്മിഷൻ്റെ സമയത്താണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ വില്ലേജ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ തഹസിൽദാറിൽ നിന്നോ. ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാരോട് വാങ്ങുക. OBC കാൻഡിഡേറ്റ് മറ്റുമാണെങ്കിൽ NCL വില്ലേജിൽ നിന്നും വാങ്ങുക. അതുപോലെ ആധാറിൻ്റെ കോപ്പി, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പിന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റ് എല്ലാം, അതായത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് എല്ലാം ഒറിജിനലി കൊണ്ടുപോവുകയും വേണം. ഇനി അതിൽ സീറ്റ് റിസർവേഷൻ നോക്കുക. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ 15% സീറ്റ് മൈനോറിറ്റി, അതത് കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ 15% സീറ്റ് NRI കാൻഡിഡേറ്റ്സിന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ NRIയുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ ഡിക്ലറേഷൻ ബൈ ദ സ്പോൺസർ, പിന്നെ സ്പോൺസറുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, വാലിഡ് പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, വിസയുടെ കോപ്പി വേണം. അതേപോലെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, കുട്ടിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റ്, ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളാണ് NRIക്ക് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ ഫീസ് ഷെഡ്യൂൾ നോക്കാം. ഈ MLT പ്രോഗ്രാമിന് 93,000 രൂപയാണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ അത് തന്നെയാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീ. എന്നിട്ട് ഓരോ വർഷവും സ്പെഷ്യൽ ഫീ നോക്കുക. ഫസ്റ്റ് ഇയറിൽ 17,000 രൂപ സ്പെഷ്യൽ ഫീ, ഈ 93,000 കൂടാതെ 17,000 രൂപ സ്പെഷ്യൽ ഫീ അടയ്ക്കണം. പിന്നെ സെക്കൻഡ് ഇയറിൽ 14,500 രൂപ, തേർഡ് ഇയറിൽ 14,500, ഫോർത്ത് ഇയറിലും 14,500, അത് സ്പെഷ്യൽ ഫീ അടയ്ക്കണം. ഈ ട്യൂഷൻ ഫീ പ്ലസ് സ്പെഷ്യൽ ഫീ അടയ്ക്കണം. ഒപ്റ്റോമെട്രിക് ആണെങ്കിൽ 63,525 രൂപയാണ്. 4ാമത്തെ വർഷം അതിൽ ഫീസ് കാണിച്ചിട്ടില്ല. സ്പെഷ്യൽ ഫീ 39,500 രൂപയാണ്. പിന്നെ അങ്ങോട്ട് 27,500 രൂപയും. കാർഡിയോ വാസ്കുലാറിന് 60,000 രൂപയാണ് അടയ്ക്കേണ്ടത് ഓരോ വർഷവും. ഇനി സ്പെഷ്യൽ ഫീ 37,605, പിന്നെ അങ്ങോട്ട് 25,605, ലാസ്റ്റ് ഇയറിൽ 35,605. പെർഫ്യൂഷൻ ടെക്നോളജിക്ക് ട്യൂഷൻ ഫീ 1,90,000 ഓരോ വർഷവും, അതിൽ സ്പെഷ്യൽ ഫീ ഇല്ല. ഇനി അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കാം. നോട്ടിഫിക്കേഷൻ 5-ാം തീയതി റിലീസായതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ 5-ാം തീയതി തുടങ്ങുന്നു. ലാസ്റ്റ് ഡേറ്റ് 25/7, അതായത് ജൂലൈ 25-ാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. റാങ്ക് ലിസ്റ്റ് ജൂലൈ 28-ാം തീയതി പബ്ലിഷ് ചെയ്യും. അലോട്ട്മെൻറ്റും അന്നേ ദിവസം തന്നെ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ജോയിനിങ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അത് 30/7/2024 5 മണിക്ക് മുമ്പ്, വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജോയിൻ ചെയ്യണം. അതിനുശേഷം ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക 30/7, അതായത് ജോയിൻ ചെയ്തവരുടെയും ജോയിൻ ചെയ്യാത്തവരുടെയും ഒക്കെ ലിസ്റ്റ് അപ്പോൾ പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 1-ാം തീയതി വരും. അതിൻ്റെ ജോയിനിങ് 4-ാം തീയതി, ഓഗസ്റ്റ് 4-ാം തീയതി 5 മണിക്ക് മുമ്പാണ്. അതിൻ്റെ റിപ്പോർട്ട് അന്ന് തന്നെ പബ്ലിഷ് ചെയ്യും. തേർഡ് അലോട്ട്മെൻറ്റ് 8-ാം തീയതിയാണ്. അതിനുശേഷം ലാസ്റ്റ് ഡേ, അതിൻ്റെ ജോയിനിങ് 10-ാം തീയതിയാണ്. അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക 15-ാം തീയതിയാണ്. പിന്നെ സ്പോട്ട് അഡ്മിഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ആദ്യത്തേത് മാത്രം നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ബാക്കി അപ്ഡേറ്റ് വരുന്ന മാർക്ക് ഈ ഡേറ്റിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.